ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഫ്ലോറും ചോക്ലേറ്റ് പൗഡറും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് വെക്കുക. മിൽക്ക്, കോഫി പൗഡർ മിക്സ് ചെയ്ത് വെക്കുക. ഒരു എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു എഗ്ഗ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ബീറ്റ് ചെയ്ത് തുടങ്ങുക. ഒന്ന് ജസ്റ്റ് ബീറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ഇങ്ങനെ ഹാഫായിട്ട് നമുക്ക് ഇട്ടാൽ മതി. ഒരുമിച്ചിടുന്നതിന് പകരം ഹാഫായിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ദെൻ വാനില എസൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ഫ്ലഫി ആയതിനു ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഹാഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് പതുക്കെ സ്ലോലി നന്നായി മിക്സ് ചെയ്തെടുക്കണം. സ്പീഡിൽ കാണുന്ന സ്പീഡിൽ മിക്സ് ചെയ്യരുത്. സെക്കൻഡ് പാർട്ടും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലോറും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് മിൽക്കും കോഫിയും മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബാറ്ററിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് ബാറ്ററി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് പതുക്കെ സ്ലോലി മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ച് അത് രണ്ടും കൂടി പതുക്കെ സ്ലോലി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്രീസ് ചെയ്ത് ഒരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ടാപ്പ് ചെയ്യുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 160 ടെമ്പറേച്ചറിൽ 10 to 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡി. കേക്കിൻ്റെ ഫ്ലേവർ കോഫി ആയതുകൊണ്ട് കോഫി മിക്സ് കൊണ്ട് നമുക്ക് സ്പഞ്ച് സോക്ക് ചെയ്തെടുക്കാം. കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അത് വെച്ച് ഫ്രോസ്റ്റ് ചെയ്യാം. കൂടുതൽ ഫ്ലേവറിനായിട്ട് കോഫിയും പിന്നെ മിൽക്ക് മിസ്റ്റും നമുക്ക് ആഡ് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഔട്ടർ പോർഷനെല്ലാം കുറച്ച് ക്രീം യൂസ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു മിനിമം ഹാഫ് ആൻ അവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. കേക്ക് ഡിസൈൻ കോഫി മഗ് ആയതുകൊണ്ട് കോഫി മഗ്ഗിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് നന്നായി സ്ക്രാപ്പർ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ഡിസൈനിൽ നല്ല ക്യാപ്പച്ചിനോ ആയതുകൊണ്ട് ഞാനിവിടെ ചോക്ലേറ്റ് കോഫി ഗനാഷ് മിക്സാണ് യൂസ് ചെയ്തത്. ഇനി നമ്മുടെ കേക്ക് ഡിസൈനിലുള്ള ഓരോരോ ഐറ്റംസും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കോഫി മഗ്ഗിന് എന്ത് വേണം, ഒരു പിടി വേണ്ടേ? അപ്പോൾ നമുക്കത് ഫോണ്ടൻ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മുടെ കേക്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കൂടി നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കപ്പിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ കേക്ക് ചലഞ്ച് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായോ? എനിക്കിഷ്ടമായി. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. താങ്ക് യു.